നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ നടന്നത് വലിയ ഗൂഢാലോചന തന്നെയാണെന്ന് ആവർത്തിച്ച് നടനെ തുടക്കം മുതൽ പിന്തുണച്ച അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. പൾസർ സുനിക്കും സംഘത്തിനും കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം മണ്ടനാണോ ദിലീപെന്ന് ഈ അഭിഭാഷകൻ ചോദിക്കുന്നു. കേസിനെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പും ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വിചാരണയുടെ ഘട്ടത്തിൽ ദിലീപ് കോടതി മുൻപാകെ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ IG ദിനേന്ദ്ര കശ്യപിനെ അറിയിക്കാതെ എന്തിനാണ് ADGP B സന്ധ്യ തന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. നടി മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി താൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യൽ പകർത്തിയിരുന്ന ക്യാമറ ADGP ഓഫ് ചെയ്തത് എന്തിനാണ്? 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ ഇപ്പോഴും വിശദ വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നത് വിധിപ്പകർപ്പ് ലഭ്യമായപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ഈ അഭിഭാഷകൻ പറയുന്നു. 1. യുവനടിയെ ആക്രമിക്കുവാൻ നടൻ വൻ തുക വാഗ്ദാനം നൽകി കൊട്ടേഷൻ കൊടുത്തു. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതാണ് സത്യമെങ്കിൽ കരാർ പ്രകാരമുള്ള തുക കൊടുത്ത് സേഫായി നിൽക്കുവാനല്ലേ ഈ നടൻ ശ്രമിക്കുക? പറഞ്ഞ തുക കൊടുക്കാതെ അപകടത്തിൽപ്പെടാൻ മാത്രം മണ്ടനോ? കൊടുക്കാൻ പണമില്ലാത്തവനോ അല്ല ഈ ജനപ്രിയൻ. ഇനി ജയിലിലായ സ്ഥിതിക്ക് പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അക്കാര്യത്തിൽ കൊട്ടേഷൻ നൽകിയ ആൾക്കുള്ള തടസ്സങ്ങൾ അറിയാത്ത ആളാണോ ക്രിമിനലായ ആ പ്രതി? നടൻ പ്രതിയായാൽ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നറിയാവുന്ന അയാൾ ജയിലധികൃതർ വായിക്കുമെന്നറിഞ്ഞിട്ടും ഇത്തരമൊരു കത്ത് അയക്കുമോ? നടന് പങ്കുണ്ടെങ്കിൽ ജയിലിൽ നിന്നുള്ള ഈ അപകട സൂചന അറിഞ്ഞയുടൻ പ്രതിയുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിക്കുകയല്ലേ ചെയ്യുക? ഇപ്പോൾ ചെയ്യുന്ന പോലെ പ്രകോപിപ്പിക്കുമോ? അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത്? ഇനി രണ്ടാമത്തെ ചോദ്യം, മറ്റു പ്രമുഖർ നടനെ കൊടുക്കാൻ ചെയ്യിപ്പിച്ച ക്രൂരകൃത്യം. ഈ സൂചിപ്പിക്കപ്പെട്ടവരെല്ലാം അത്രയ്ക്ക് ക്രൂര മനസ്സുള്ളവരല്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത പാരമ്പര്യമുള്ള പ്രതിയെ മാത്രം വിട്ടികളുമല്ല. ആരോപണ വിധേയനായ നടനും ഇത് വിശ്വസിക്കുന്നില്ല. മറ്റു പ്രമുഖർ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നുവെങ്കിൽ തിരക്കഥ അനുസരിച്ച് ആദ്യം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ പ്രതി ആരോപണ വിധേയനായ നടന്റെ പേര് വിളിച്ചു പറയുമായിരുന്നു. ഇത്തരമൊരു അക്രമമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഒരു തരത്തിലും തോൽപ്പിക്കുവാൻ കഴിയാത്ത വിരോധമുള്ള ഒരാളെ തോൽപ്പിക്കുവാൻ ഒരു ക്രിമിനലുമായി ചേർന്ന് നടത്തിയ നാടകം. കുറ്റക്കാർ എന്ന് പ്രതികളെ കണ്ടെത്തിയതിനാൽ ഈ ചിന്തകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നും ഈ അഭിഭാഷകൻ പറഞ്ഞു വെക്കുന്നു. പിന്നെ ഈ നടി അതിനും മാത്രം വലിയ നടിയല്ല എന്നൊരു അഭിപ്രായമാണ് ഈ അഭിഭാഷകന് ഉള്ളത്. മാന്യമായ ഒരു സ്ത്രീയും തന്നെ മാനം ഹനിക്കുന്ന ഇത്തരമൊരു മൊഴി നൽകില്ല. കാറിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഈ സാധ്യത തള്ളിക്കളയുന്നു. നടന്റെ മറ്റു ശത്രുക്കൾ നടന് വേണ്ടിയെന്ന് വിശ്വസിപ്പിച്ച് നടന്റെ അറിവോ സമ്മതമോ കൂടാതെ കൃത്യം ചെയ്യിപ്പിക്കുക, എന്നിട്ട് പണം കൊടുക്കാതെയും സഹായം എത്തിക്കാതെയും പ്രകോപിപ്പിക്കുക. പ്രതിയുടെ കത്ത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഇത്തരമൊരു സൂചന കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരു സാധ്യതയാണിതെന്ന് ഈ അഭിഭാഷകൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതി ആ സത്യം പെട്ടെന്ന് പറയില്ല. കിട്ടിയ അഡ്വാൻസും ഇനി ഭീഷണിപ്പെടുത്തി വാങ്ങുവാനുള്ള തുകയും അയാൾ വേണ്ടെന്ന് വെക്കില്ല. ഇനി പ്രതി അത് വെളിപ്പെടുത്തിയാൽ ആ ചതിയന്മാർ നടനെ അക്കാര്യവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യും. നടന്റെ പരിചയത്തിലുള്ളവരാണെങ്കിൽ നടന്റെ നിരപരാധിത്വം ജനം ആദ്യം വിശ്വസിക്കുകയില്ല എന്ന അപകടവുമുണ്ട്. എന്തായാലും വൈകാതെ സത്യം പുറത്തുവരും. അന്തം വിട്ട ക്രൂരനായ പ്രതി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ദുർബലയായ ഒരു താരത്തോട് ചെയ്ത ക്രൂരത എന്നൊരു ഭാഷ്യവും ഈ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നു. പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി അവർ പരാതിപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ രക്ഷപ്പെടാൻ പിറകിൽ കൊട്ടേഷൻ ഉണ്ടെന്ന് പറയുക. പ്രമുഖ നടന്റെ പേരിൽ സംശയമുണ്ടെന്നറിഞ്ഞപ്പോൾ ബുദ്ധിമാനായ ഒരു സഹതടവുകാരന്റെ അല്ലെങ്കിൽ ഒരു പത്രക്കാരന്റെ സഹായത്തോടെ നടത്തിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യം. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് വ്യവസ്ഥയുള്ള ഈ നാട്ടിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരാൾ 9 വർഷം ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ എന്നതും സങ്കടകരമാണെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമാന പറയുന്നു. ന്യൂസ് ഡെസ്ക് 24 മലയാളം.